പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവേശ്വര സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥിതനാം നാഥാ, നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിശ്ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾ തിന്നരുളിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സകലരെയും നാഥായിലേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആഗ്രഹമായി കേഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. നീയാണ് മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ. ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. പൂർവികളുടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായിലേക്കും. ഞങ്ങൾ പാടുന്നു. ശരീരങ്ങളെ ഉയർത്തുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലരെയും നാഥായിലേക്കും. സർവരും ഒന്നായി പാടുവിൻ. എന്നെന്നും ജീവിക്കും
സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ജീവനായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സർവ്വതിനെയും നാഥാനേക്കും. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഈ ഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനിയൊരിക്കലും രാത്രി ഉണ്ടാകുകയില്ല. ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. നല്ലൊരാശയമൻ മനതായി വന്നു നിറഞ്ഞു തുളുമ്പേറുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം അതുവായാനൊഴുകിയിടട്ടെ. അനുഗ്രഹപൂരിതനാം പവിത്രൻ തോലിക പോലെന്നാവിൽ പോ. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. തമ്പുരാനാൽ അനുഗ്രഹീതരാകുവാൻ ശിശുക്കളുടെ നന്മയും വിശുദ്ധിയും സ്വന്തമാക്കുക. യേശു കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവരെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ സഹായിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുകയും അവരെ തടയരുത്. എന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. അവർ അവരുടെ മേൽ കൈകളുടെ ശേഷം അവിടെ നിന്ന് പോയി. നമുക്കെല്ലാവർക്കും വിശ്വാസവും പ്രതീക്ഷയോടെ കൊണ്ടുവന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാവുകയും മരണം ഞങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ഞാൻ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സകലം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമാർഗം അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധായ പിതാവിനെ കുറിച്ച് മനുഷ്യരെ കടം ബോധിക്കുവാൻ കാരണമുണ്ടാകണമെന്ന് ഉദ്വാനം പ്രതീക്ഷമാർഗം അടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ വിശുദ്ധായ നിർഭയ മതത്തിൽ പങ്കുകാരാക്കണമെന്ന് വിശുദ്ധായ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണപ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങൾ അവസാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ ബലം തരണമെന്ന് ലോകാരംഭം മുതൽ തീരുമാനമാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് വിശുദ്ധായ സഭയുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേധാവിമാർ റാഫേൽ മുദ്രാപുരത്തെ ഞങ്ങളുടെ അധികൃത അപ്പോസ്തലിക കൺവീനർ ബോസ്കോ മുദ്രാനെ
അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. അങ്ങയുടെ രാജ്യമായ എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തിലെയും കാലത്തെയും ഓർമ്മയാചരിക്കുവാൻ പിതാവായ ദൈവം തന്റെ കൃപയാലും ഈ കുർബാനകളിൽ സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശീർവദിക്കണം. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരമാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവത്തിനു ബലി അർപ്പിപ്പൂ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തെ സ്വർഗവാസികളായ മാലാഖമാരും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മനോഹരമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മനോഹരമായ ക്രോമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ധനവാനാം ദൈവം
പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വാസത്തോടുകൂടി അവരുടെ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവരുടെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോഴും